ഹലോ എവ്രി വൺ, വെൽക്കം ടു a ന്യൂ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോന് ഞങ്ങളൊരു ഡ്രൈവിൽ പോവാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, നമ്മൾ ഒരു ദിവസം അവലാഞ്ചി ലേക്ക് കാണാൻ പോയില്ലേ, നമുക്ക് ആ റൂട്ടാണെങ്കിൽ ഒന്നും കൂടി പോയാലോ എന്ന് ഇച്ചായൻ പറഞ്ഞു. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ 3 റോഡുണ്ട്. 2 റോഡ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ വേറെ ഒരു റൂട്ടുണ്ട്, അത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് മഞ്ചൂർ അപ്പർ ഭവാനി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു നമുക്ക് ആ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ ആ റൂട്ട് എടുത്തു. കുറച്ച് ദൂരം പോയപ്പോൾ നോക്കിയപ്പോൾ ലോറൻസ് സ്കൂള്. ഈ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് എന്തായാലും ലോറൻസ് സ്കൂള് കാണാൻ പറ്റി. എന്ത് വലിയ സ്കൂളാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ ഇവിടെ ഒന്നും കാണാനില്ല, വണ്ടി തിരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായനാണെങ്കിൽ വണ്ടി സൈഡിലേക്ക് നിർത്തിയിട്ട് നോക്കിയപ്പം കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നു. അവിടെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി എടുത്തു. ഇവിടെയാണെങ്കിൽ ഇത് ഭയങ്കര വലിയ റോഡും ബെൻഡുമാണ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ റോഡിൻ്റെ അങ്ങേ അറ്റം വരെ നമുക്ക് കാണാം. ഈ ബെൻഡിൽ കൂടെ വെഹിക്കിൾസ് ഒക്കെ പോകുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റുമാണ്. റോഡ് രക്ഷയില്ല, സൂപ്പർ റോഡ്. ഈ വണ്ടി ഓടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വരാൻ പറ്റിയ റോഡ്, നല്ല വീതിയുള്ള റോഡ്, ആസ്വദിച്ച് ഓടിക്കാം. നല്ല വ്യൂവും, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യൂ തന്നെയാട്ടോ. നിങ്ങളെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നോക്കി നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എബിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ലവ്ഡെയിൽ വന്നു. ലവ്ഡെയിൽ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എബിക്കുട്ടനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എബിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. ഞങ്ങൾ ലവ്ഡെയിൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ ആണെങ്കിൽ ട്രെയിൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇവരൊന്നും ട്രെയിൻ കയറാനല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ഇവിടെ ഫോട്ടോ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 പേര് മാത്രം ട്രെയിൻ കയറിയുള്ളൂ. ബാക്കി എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഇച്ചൂട്ടന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ട്രാക്കും റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ കൂടെ റോഡിൽ കുറേ വണ്ടികളൊക്കെ പോകുമ്പോൾ അവൻ അതും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒരു വട്ടമാണ് എബിക്കുട്ടനായിട്ട് ടോയ് ട്രെയിനിലേക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും ഒരു വട്ടം കൂടി ഇച്ചൂട്ടനായിട്ട് ടോയ് ട്രെയിനിൽ കയറണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ ട്രാക്കിലേക്ക് ഇറങ്ങി നടന്നപ്പോഴത്തേക്ക് എബിക്കുട്ടൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, മമ്മ ട്രാക്കിലൊന്നും ഇറങ്ങി നടക്കരുത്, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് എന്ന്. അവൻ ട്രാക്കിലേക്ക് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഇച്ചായൻ പറഞ്ഞു, മോനെ ട്രെയിനൊന്നും വരുന്നില്ലല്ലോ, വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാം. അത് എല്ലാവരും ആണെങ്കിൽ ട്രാക്കിൻ്റെ അവിടെ നിന്നിട്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. പിന്നീടാണ് അവനൊന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഇച്ചായനോട് പറഞ്ഞു, നമുക്ക് പോകാം ഇച്ചായ, ഇനി തണുപ്പ് കൂടുന്നതിന് മുന്നേ നമുക്ക് പോകാം. ഇപ്പോഴാണ് കുട്ടികളുടെ എൻ്റെ പനിയൊക്കെ ഒന്ന് മാറിയത്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് ട്രെയിൻ കണ്ടിട്ട് പോകാം, ഇച്ചുട്ടിനെയും ട്രെയിനൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഇച്ചായൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി സ്റ്റേഷനിൽ പോയി തിരക്കിയിട്ട് വരാം എപ്പോഴാണ് ട്രെയിൻ വരുന്നതെന്ന്. അങ്ങനെ ഇച്ചായൻ സ്റ്റേഷനിൽ പോയി തിരക്കിയപ്പം 5 മണിയാകുമ്പോൾ ട്രെയിൻ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സമയം ചെക്ക് ചെയ്ത് നോക്കിയപ്പം 4:45 ആയി. എന്തായാലും ഇത്രയും ആയില്ലേ, എന്തായാലും ഇനി ട്രെയിൻ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഞാനും എബിക്കുട്ടനും ആണെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എബിക്കുട്ടനോട് പറഞ്ഞു, ട്രാക്കിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്. അങ്ങനെ ഞാനും അവനും കൂടി മത്സരിച്ച് ആണെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നോക്കിയപ്പം സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്നിട്ട് ട്രാക്ക് ചേഞ്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ട്രെയിൻ വരാറായി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സൈഡിലൊരു ബെഞ്ച് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഇരുന്നു കുട്ടികളായിട്ട്. എബിക്കുട്ടനാണെങ്കിൽ കുറേ നേരം കൊണ്ട് ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ ട്രെയിൻ വരാറായോ എന്ന്. അതെന്താണെന്നറിയോ, ട്രെയിൻ കാണേണ്ട ഇൻട്രസ്റ്റും കൊണ്ടൊന്നുമല്ല, അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ട്രെയിൻ വന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഇച്ചുട്ടിയും വാശി പിടിക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് നേരത്തേക്ക് ഇച്ചായൻ കാറിൻ്റെ കീ കൊടുത്തപ്പോൾ അവൻ കുറച്ച് നേരം ഒതുങ്ങിയിരുന്നു. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്നു. ട്രെയിനിൻ്റെ ഹോങ്കിങ് സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടു. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴാണ് ഒരു പെങ്കൊച്ചാണെങ്കിൽ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വന്ന് നിന്നിട്ടാണെങ്കിൽ ഫോട്ടോയോ വീഡിയോ എന്തോ എടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ കൊച്ചിനെ ആണെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞു. ഇതാണെങ്കിൽ ടോയ് ട്രെയിനാണ്, എന്ത് പറഞ്ഞാലും ട്രെയിൻ തന്നെയാണ്. നമ്മളിങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല.
നമ്മളൊരു ഫോട്ടോയും വീഡിയോയും കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു നോക്കിയപ്പോഴാണ് പറയുന്നത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന് സിവിയർ ആക്ഷൻ എടുക്കേണ്ടത്. പക്ഷേ എന്തായാലും അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് ഫൈനിൽ ഒതുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഹോങ്കിങ് സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ വേറൊരു ട്രെയിനും കൂടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2 ട്രെയിൻ കണ്ടു. പക്ഷെ ട്രെയിൻ രണ്ടും ഫുള്ളാണ്. ഒരു വേക്കൻറ്റ് പ്ലേസ് ഒന്നും ഇല്ല, സീറ്റ് ഇല്ല, ഫുള്ളാണ് ട്രെയിന്. ഇച്ചുട്ടനാണെങ്കിൽ ട്രെയിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനാണെങ്കിൽ ട്രെയിനൊക്കെ മറന്നു. ട്രാക്കിലിരിക്കുന്ന കല്ലിനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആനന്ദ ഭവനിൽ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഹെബിക്കുട്ടനോട് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ആസ് യൂഷ്വൽ എന്നും ദോശ മതി എന്ന് തന്നെ അവൻ പറഞ്ഞു. അങ്ങനെ ഇച്ചായനാണെങ്കിൽ പാവ് ഭാജി ഓർഡർ കൊടുത്തു. ഞാനാണെങ്കിൽ ചില്ലി പൊറോട്ടയും. ചില്ലി പൊറോട്ട അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഇച്ചായനും ഞാനും കൂടി ഷെയർ ചെയ്തു. പിന്നെ പാവ് ഭാജിയുടെ പാവാണെങ്കിൽ ഇച്ചൂട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവനത് കഴിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ ഓർഡർ കൊടുത്തു കേട്ടോ. ചായ എനിക്ക് വലിയ എയിമായിട്ട് തോന്നിയില്ല. ഇച്ചായനും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ സ്വീറ്റിൻ്റെ സെക്ഷനിലേക്ക് നോക്കിയപ്പം അവന് സ്വീറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ റസഗുല്ല മേടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് എബിക്കുട്ടനാണെങ്കിൽ ഒരു ബേക്കറിയിൽ മാർഷ്മെല്ലോസ് ഇരിക്കുന്ന കണ്ടു. അങ്ങനെ മാർഷ്മെല്ലോസ് മേടിച്ചു. ഞങ്ങൾ ഒരു വട്ടമാണെങ്കിൽ കുന്നൂരിൽ മാർഷ്മെല്ലോസ് മേടിച്ചു. അതാണെങ്കിൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഒരു വട്ടം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മേടിച്ചപ്പം അത് ഇതിനെക്കാട്ടിലും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർഷ്മെല്ലോസ് ഒക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര കൊട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആൻറ്റിമാരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞങ്ങൾ മിഥുനേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇച്ചൂട്ടനാണെങ്കിൽ ഉറങ്ങി. കുറേ നേരം എബിക്കുട്ടൻ പറയുന്നുണ്ട് പാത്തുട്ടിയുടെ വീട്ടിൽ പോകുന്നില്ലേ എന്ന്. എബിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു പാത്തുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പം. അതുപോലെ തന്നെയായിരുന്നു പാത്തുട്ടി ഓടി വന്ന് എബിക്കുട്ടനെ കെട്ടിയൊക്കെ പിടിച്ചു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. വസു ആണെങ്കിൽ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടനാണെങ്കിൽ ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.